നെയ്യളത്തെ വഴിയിലൂടെ ഒരു ഉന്തുവണ്ടി പുറപ്പെട്ടു. കൂട്ടുകാരും റോക്കിയുമൊത്ത് ഒരാവേശവണ്ടി. വിളി കേട്ടവർ വലുതായി കൈമാറി. വണ്ടി നിറഞ്ഞു. 4 ദിവസം കൊണ്ട് കൂട്ടുകാർ ശേഖരിച്ചതെല്ലാം വിറ്റ് കാശാക്കി. അതുകൊണ്ടവർ പുസ്തകങ്ങൾ വാങ്ങി. അക്ഷരങ്ങളായി അവതരിച്ച ആക്രികൾ. 12,000 രൂപയുടെ അടുത്ത് ആക്രി തന്നെ വെറുക്കിട്ട് കിട്ടി. നമ്മൾ ഈ ആക്രി വെറുക്കെന്ന് പറഞ്ഞിടത്ത് തന്നെ സാധാരണ ആക്രി എടുക്കാൻ ആൾക്കാർ വരുമല്ലോ, അവർക്ക് വരെ കൊടുക്കാണ്ടാന്ന് നമുക്കിങ്ങ് തന്നെ. യുവശക്തി വായനശാലയിൽ അവരൊത്തുകൂടും, വായിക്കും. ടുട്ടുവിന്റെ കൂട്ടുകാർ. മാർച്ച് മാസത്തിൽ ടുട്ടുവിന്റെ മനസ്സിലേക്ക് മനോഹരമായ ഒരു ആശയം കടന്നു വന്നു. വേനൽ അവധിയാണ് വരാൻ പോകുന്നത്. മാണിക്കല്ലുണ്ട്, കൃഷിക്കാരൻ്റെ തോട്ടമുണ്ട്, കൊക്കും കുറുക്കനുണ്ട്, കുറേ പുസ്തകങ്ങളുണ്ട്. MT ബഷീർ, CP പള്ളിപ്പുറം, അവരെയൊക്കെ ഇഷ്ടം. നമുക്ക് പുസ്തകം ഇഷ്ടം. പുസ്തകം വായിക്കാൻ നമുക്ക് നല്ല അറിവ് കിട്ടും. ഫോൺ വായിക്കുമ്പോൾ നമുക്ക് ഒന്നും കിട്ടൂല. ഇവിടെ ഒരു അമ്മമ്മയുണ്ട്, സരോജിനി എന്ന പേര്. അവരിങ്ങനെ ദിവസം വരും വായനശാലയിലേക്ക്. നോവലാണ് അധികം വായിക്കല്. പുസ്തകം കാണാനായിട്ട് ഇങ്ങനെ നോക്കുകയ്യ. കാരണം ഇവിടുത്തെ പകുതി ബുക്കും അവർ വായിച്ച് തീർത്ത്. അങ്ങനെ ഒരു ദിവസം നമുക്കും വരണമെന്നാണ് നമ്മളൊരാഗ്രഹം. എഴുത്തുകാരൻ കൂടിയായ മനീഷ് മുഴക്കുന്നാണ് നല്ല വഴിയുടെ പിന്നിൽ. മരപ്പണിയുടെ ഇടവേളയിൽ മനീഷ് കൊത്തിയെടുക്കുന്നത്. ബുക്ക് വായിക്കും. മനീഷാട്ടിന് ഒരു ഡയറി തന്നിട്ടുണ്ട് എല്ലാവർക്കും. അപ്പോൾ ആ ഡയറിയിൽ നമ്മൾ എഴുതും. കുട്ടികൾക്ക് വേണ്ടത് നമ്മൾ കൊടുക്കണം. എന്നിട്ടാണ് നമ്മൾ കുട്ടികൾ എന്തെങ്കിലും മോശം പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ നമുക്ക് അവകാശമുള്ളൂ എന്നാണ് നമ്മുടെ വിശ്വാസം. വായന കൂടി ചേരുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണത ഉണ്ടാവുമെന്ന് ഉറപ്പാണ്. നമ്മുടെ ലഹരി തന്നെ വായനശാലയായി മാറുന്നുണ്ട്. ഇവിടെയുള്ള കുട്ടികൾ ഭയങ്കര സന്തോഷത്തിലാണ്. പുസ്തകം നല്ലത് എപ്പോ. തിരിച്ചറിവുകൾ കൂട്ടുകാർ അടുക്കി വെക്കുന്ന അലമാരയെ എന്ത് വിളിക്കും? ഭൂമിയുടെ അലമാര. കണ്ണൂരിൽ നിന്ന് വിപിൻ മുരളിക്കൊപ്പം ശ്രാവൺ, ഏഷ്യാനെറ്റ് ന്യൂസ്.